ഉമാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പ്രിസർവേറ്റീവ്സും കെമിക്കലും ഒന്നുമില്ലാത്ത അലോവേര ജെല്ല് ഉണ്ടാക്കാം. പ്രകൃതിയുടെ വരദാനങ്ങളിലൊന്നായ അലോവേരയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. സംസ്കൃതത്തിൽ ഇതിൻ്റെ പേര് തന്നെ കുമാരി എന്നാണ്. 3 തണ്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ നിർത്തിവെച്ചാൽ അതിൻ്റെ മഞ്ഞക്കറയൊക്കെ പോകും. ഇത് ഹെയറിനും സ്കിന്നിനുമൊക്കെ ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റും. കറുത്ത പാടുകൾ മുഖത്തെ, അതേപോലെ കണ്ണിൻ്റെ താഴത്തെ കറുപ്പ്, ഡ്രൈ സ്കിൻ, കരിമംഗല്യം, ഇതിനൊക്കെ വളരെ നല്ലതാണ്. ഒരു ബൗൾ ജെല്ല് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് 3 പ്രാവശ്യം കഴുകി എടുക്കണം. ഇതിൻ്റെ മഞ്ഞക്കറ പോകുന്നത് വരെ കഴുകണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഒന്ന് കോട്ടൺ തുണിയിലിട്ട് അതിൻ്റെ വെള്ളമൊന്ന് ആദ്യം അരിച്ചെടുക്കണം. മിക്സിയിൽ അരയ്ക്കുമ്പോൾ തെറിച്ച് പോകാതിരിക്കാനാണ്. വീണ്ടും അതിനെ അരച്ച് പിഴിഞ്ഞെടുക്കുക. ഇതിൻ്റെ തിക്നെസ് കിട്ടാൻ വേണ്ടി ആയുർവേദിക് പ്രൊഡക്റ്റായ ബാദാം ഗമ്മ് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഒരു 8 മണിക്കൂർ കുതിർക്കണം. അപ്പോൾ ഈ ജെല്ല് രൂപത്തിലായി കിട്ടും. ഇതൊന്ന് അരച്ച് നമുക്ക് ഈ ജെല്ലിലേക്ക് ഇടാം. ഇത് വെളിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല വിലയാണ്. ഒരു ചെറിയ ബോട്ടിലിന് തന്നെ 200-300 രൂപയാണ്. ഇതൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്കിനി ഇതിലേക്ക് റോസ് വാട്ടർ കൂടി ചേർക്കാം. ഒരു 3 സ്പൂൺ വെള്ളം ഒഴിച്ച് പൂവിൻ്റെ ഇതളുകളൊക്കെ അതിലിട്ട് കൊടുത്ത് നല്ലവണ്ണം തിളപ്പിക്കണം. ഒരു 2-3 മിനിറ്റ് തിളപ്പിച്ചാൽ മതിയാകും. പൂവിൻ്റെ എസൻസൊക്കെ അതിലിറങ്ങി വരട്ടെ. അതിന് ശേഷം തണുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കുക. ഇത് 1 മാസം വരെയൊക്കെ കേടുകൂടാതെ ഇരിക്കും ഈ ജെല്ല്. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ജെല്ലിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്കിതൊരു ഭരണിയിലേക്ക് മാറ്റാം. ഇത് ആഴ്ചയിൽ ഒരു 2-3 തവണയൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് കിട്ടും. ജെല്ല് ഈ രൂപത്തിലായിട്ടുണ്ട്. നമുക്ക് ഡെയിലി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബോട്ടിലിൽ ഇട്ട് വയ്ക്കാം. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കൂ.